ആന്ധ്ര കുട്ടികളെ കൊണ്ടൊന്ന് മുറയെന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന പോത്തെന്നുള്ള പേര് മാറി പോത്തെന്ന് ഇപ്പോൾ പറയുന്നില്ല. കാരണം എരുമക്കുട്ടികൾ പൊതുവെ ഇത്തിരി നല്ല ഇതിലായിരിക്കും. കാരണം അവർ നന്നായിട്ട് കുടിപ്പിച്ചൊക്കെ നല്ല രീതിയിൽ കുടിച്ചു വളർന്നു. പോത്തുകുട്ടികളും കുഴപ്പമില്ല, അവരടുത്ത് ബ്രീഡ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുമല്ലേ. എരുമ എങ്ങനെ അതുകൊണ്ട് തന്നെ അവർ കൊടുക്കത്തില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മുടെ പോത്തുകുട്ടികൾ നമുക്ക് പോത്തുകുട്ടികളാ നമുക്ക് ചെറുതും വലുതെല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പോഴത്തെ വില വെച്ചിട്ട് ഒരു കാരണവശാലും വലുതിനെ വാങ്ങിക്കാൻ സാധാരണക്കാരൻ. പക്ഷെ എന്തായാലും ഇന്നിപ്പോ 3 രാവിലെ നമ്മള് കൊടുത്തേക്കണം. ആ എഫ് അടിച്ചേക്കണം. ഇത് ഇതല്ലേ 212, 208 അങ്ങനെയുണ്ട്. പിന്നെ എ അടിച്ചേക്കണത് പൊൻകുന്ന പള്ളിയിലെ അച്ഛന്മാരെ. പക്ഷെ ഇനിയിപ്പോ നമ്മുടെ കേരളത്തിൽ ഇനിയും ഒരു പോത്ത് കർഷകർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോത്തുകുട്ടികളെ വാങ്ങി വളർത്താൻ പറ്റൂ? സമയം എന്താണെന്നറിയോ അതിനകത്ത് അതുകൂടി ഞാൻ വീഡിയോ പറയാം. കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ആളുകൾക്ക് മുറയെ അറിയത്തില്ല. മുറയുടെ ക്വാളിറ്റിയോ മുറ എന്താണെന്നോ ഇപ്പോഴും അറിയാവുന്ന കർഷകർക്ക് അറിയാം, പലർക്കും അറിയില്ല. അതെ, അങ്ങനെ പറ്റിക്കാൻ കുറെ ആൾക്കാരുണ്ട്. ഇപ്പം ഈ സമയത്ത് ഈ രോമക്കൂടുള്ള നമ്മൾ അറിയാമല്ലോ. ഇനിയിപ്പോൾ ചൂട് തണുപ്പ് കുറഞ്ഞു 2-3 മാസം കഴിഞ്ഞാൽ നല്ല ചൂടാകും. ആ സമയത്ത് രോമക്കുറവായിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഈ ക്ലൈമറ്റിന്റെ ആണ് ഈ രോമം ഈ ഒരു ഭംഗി ഈ ഒരു സമയത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആ മുറയുടെ ഒരു ഭംഗി കിട്ടുന്നത് ഈ ഒരു സമയത്ത്. നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ലക്ഷ്മി ഡയറി ഫാമിന്റെ മോദി അതിന്റെ ഓരോ മാസത്തെയും വളർച്ചയുടെ നമ്മുടെ നെറ്റ് കിടപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കൊമ്പ് ആദ്യം പോയേക്കണേ ഇങ്ങോട്ടാ. പക്ഷെ അതോടത്ത് ചാമ്പ്യൻ പുള്ളല്ലേ. അതുപോലെ എല്ലാ പുള്ളുകളും അങ്ങനെ കൊമ്പ് അങ്ങനെ കൃത്യം റിങ്ങായിട്ട് വരാൻ. പക്ഷേ ഈ കുട്ടിയൊക്കെ ഉണ്ടല്ലേ, കൊമ്പിന് നീളക്കൂടുതലില്ല. ഇതൊക്കെ നല്ല ഹൈറ്റ് അല്ലേ എന്നുണ്ട് ഈ കുട്ടിയൊക്കെ കാര്യം. ഈ കുട്ടി നല്ല കുട്ടിയാണ്. പക്ഷേ ഈ രോമം നോക്കണ്ട, ഇതൊക്കെ എന്റെ പാൽ രോമങ്ങളെ ചെമ്പറ. ഇത് കൊഴിഞ്ഞു പോകും, നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലെല്ലാം കൊഴിഞ്ഞു പോകും. ഓക്കെ, അച്ഛാ ഇപ്പൊ ഇത്രയൊരു വില കൂടാനുള്ള ഒരു കാര്യം എന്തോ? അവിടെ വില കൂടാൻ ഫാക്ടറികൾ കൂടി. നേരിട്ടപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ നല്ല ഫാമുകളിൽ നേരിട്ട് ഈ പോത്തുകളെല്ലാം കൊണ്ട് ഫാക്ടറിയിലോട്ട് പോകണം. ഫാക്ടറിയിലൊക്കെ ഈ മണ്ടി ചന്തയിൽ ചെന്നിട്ട് ചന്തയിൽ നിന്ന് ഈ ഫാക്ടറി കൊടുക്കുന്ന കച്ചവടക്കാരുണ്ട്. അവരാ വിലക്ക് എടുക്കാൻ തയ്യാറാണ്. അവരെടുക്കുവാണ്. അവരെന്ത് എക്സ്പോർട്ട് ചെയ്യണം അവര്? അതും മീറ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓ ശരി. അതാ മീറ്റർ റേറ്റ്. ഞാൻ ഈ കഴിഞ്ഞ നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ അവിടുത്തെ എന്താണ് വില? ഇപ്പം 298 ഞാനത് ഇട്ടേക്കാം. നമുക്ക് വീഡിയോക്കകത്ത് കാണിക്കാം. അപ്പൊ നമുക്ക് ഒരു 6 മാസം മുമ്പുള്ള വില എന്ന് പറയുമ്പോൾ 6 മാസം വേണ്ട, കഴിഞ്ഞ ഒക്ടോബർ നവംബറിലെ വില ഞാൻ ഇട്ടേക്കാം. ആ സമയത്ത് 192 മറ്റോ 83 ഉള്ളൂ. 183 അതൊരു 4 മാസം കൊണ്ട് തന്നെ ഒരു 110 കിലോളം വ്യത്യാസം. 110 രൂപ കൂടിയിട്ടുണ്ട്. 110 രൂപ കൂടിയിട്ടുണ്ട് അവിടുത്തെ ഒരു ഇറച്ചി വില. 4 പീസാണ് അവർ പറയണേ. ഓക്കെ, അപ്പൊ നമുക്ക് അവർക്കന്നേരം ഇവിടെ കൊടുത്താലും പൈസ കിട്ടിയത് അവർക്ക്. നമ്മളാണെങ്കിൽ നമ്മുടെ റബ്ബറിന് ഈ വില ഉണ്ടെന്ന് പറഞ്ഞ് ഹരിയാനക്കാർ വന്ന് നമ്മൾ ചുമ്മാ കൊടുക്കും. ഇല്ലല്ലോ, നമ്മുടെ മാർക്കറ്റ് വില നമുക്ക് കിട്ടണം. അവിടെയാണ് വില കൂടിയേക്കണേ. പിന്നെ റൂട്ടിൽ ഓരോ ദിവസം പ്രശ്നങ്ങൾ കൂടും. അത് സ്ഥിരമായിട്ട് പണ്ട് മുതലേ ഇപ്പോഴും ഉണ്ട്. അത് കൂടി വരിക. അതിന്റെ കൂടെയാണ് അവിടുത്തെ ഒരു ഫാക്ടറി വില. ആദ്യം ഞാൻ 2018 ലോഡ് കൊണ്ട് 5000 രൂപയാണ് റൂട്ടിൽ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ 1.5 1.25 കൊടുത്തിട്ട് പോലും വരാൻ. എന്നിട്ടും ഇവിടെ ഇന്നലെ ശ്യാം ഏത് വീഡിയോ കണ്ടിട്ട് എന്നെ രാവിലെ വിളിച്ചേക്കുവാണ്, എവിടെ എത്തി വണ്ടി. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ട് അത് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് പുള്ളി. അത് കണ്ടിട്ടാ വിളിച്ചേക്കണെന്ന് മനസ്സിലായി. പുള്ളി ഒരു സ്ഥിരം ഒരു 10,000 അല്ലെങ്കിൽ പറയാതെ പോകുന്ന 27,000 ഒക്കെ മേടിക്കുന്ന ആളാണ്. തോന്നുന്ന പോലെ വാങ്ങിക്കുന്ന ആൾക്കാരാണ്.